മഹാരാഷ്ട്രയിൽ ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ മലയാളി വൈദികനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് പോലീസ്. നാഗ്പൂർ മിഷനിലെ ഫാദർ സുധീർ, ഭാര്യ ജാസ്മിൻ എന്നിവരെയാണ് ബരോഡ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചാണ് അറസ്റ്റെന്നാണ് വിവരം. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഈ ആരോപണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഇന്നലെയാണ് ഈ വൈദികരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാദേശിക വൈദികരുടെ ക്ഷണപ്രകാരമാണ് നാഗ്പൂർ മിഷനിലുള്ള ഈ മലയാളി വൈദികനെയും ഭാര്യയും ഉൾപ്പെടെ 6 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഇവരെ അവിടെ അറസ്റ്റ് ബരോഡ പോലീസ് രേഖപ്പെടുത്തുന്നത്. CSI ദക്ഷിണ കേരള മഹായിടവകയിലെ വൈദികനായ ഫാദർ സുധീർ തിരുവനന്തപുരം അമരവിള സ്വദേശിയാണ്. നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് 3 വൈദികരെയും അവരുടെ ഭാര്യമാരെയുമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ പോലീസ് ഇതുവരെയും ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. പക്ഷേ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. CSI മിഷൻ ഇവരെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഉടൻ തന്നെ ഇവരെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിയമ നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം, ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായൊക്കെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നു ആരോപിച്ചുകൊണ്ട് വിവിധ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്ക് അടക്കം ഇവർ കത്തെഴുതുകയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇവർ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകിയെന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. നമുക്ക് കാണുകയും ചെയ്തതാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രകോപനപരമായിട്ടുള്ള ചില സംഭവവികാസങ്ങളൊക്കെ നടക്കുകയും ചെയ്തതാണ്. അങ്ങനെ രാജ്യത്ത് ഉടനീളം ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് കൂടി ഇപ്പോൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ കേന്ദ്രീകരിച്ചുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിലെ അപലപിച്ച് CSI മിഷൻ അടക്കം രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അടുത്തിടെ നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ തുടർന്ന് ജയിലിലടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ, വലിയ കൂടിയാലോചനകളുടെ ഒടുവിലായിരുന്നു അവരെയൊക്കെ പുറത്തിറക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ അതിനു മുന്നോടിയായി ഇത്തരത്തിൽ ജാർഖണ്ഡിലും സമാനമായ രീതിയിൽ ചില അറസ്റ്റുകൾ ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഒക്ടോബറിൽ മധ്യപ്രദേശിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച മലയാളി വൈദികനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. അങ്ങനെ മലയാളി വൈദികർക്ക് നേരെയും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും നിലവിൽ എന്ത് സാഹചര്യത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്, ഇവർക്കെതിരെ ഏത് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അടക്കമുള്ള കാര്യത്തിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ഒരു ഫോട്ടോ മാത്രമാണ് ഇവരിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ 3 വൈദികരും അവരുടെ ഭാര്യമാരും ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ പ്രാർത്ഥനാ യോഗം നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് ബരോഡ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മൊബൈൽ ഉൽപാദന രംഗത്ത് ഇന്ത്യ സുപ്രധാനമായൊരു നാഴികക്കല്ല് പിന്നിട്ടു. മൊബൈൽ ഉൽപാദന രംഗത്ത് ആഗോളതലത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തെത്തി. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള ഇലക്ട്രോണിക്സ് ഉൽപാദന കേന്ദ്രമാക്കി രാജ്യത്തെ മാറ്റുന്നതിനുള്ള പദ്ധതിയിലെ നിർണായക ചുവടുവയ്പ്പാണിതെന്നും മന്ത്രി പറഞ്ഞു. നമസ്കാരം. മൊബൈൽ ഉൽപാദന രംഗത്ത് ഇന്ത്യ സുപ്രധാനമായൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. മൊബൈൽ ഉൽപാദന മേഖലയിൽ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യ ഇപ്പോൾ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള ഇലക്ട്രോണിക്സ് ഉൽപാദന കേന്ദ്രമാക്കി രാജ്യത്തെ മാറ്റുന്നതിനുള്ള പദ്ധതിയിലെ നിർണായക ചുവടുവെപ്പാണ് ഇത് എന്ന് മന്ത്രി പറയുന്നു. 2014-2015 സാമ്പത്തിക വർഷത്തിൽ വെറും 2 മൊബൈൽ നിർമ്മാണ യൂണിറ്റുകൾ ആയിരുന്നു രാജ്യത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ മൊബൈൽ നിർമ്മാണ യൂണിറ്റുകളുടെ എണ്ണം 300 കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യം ഇലക്ട്രോണിക്സ് കയറ്റുമതി രംഗത്ത് 8 മടങ്ങിൻ്റെ വർധനവാണ് കാഴ്ചവെക്കുന്നത് എന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻവെസ്റ്റീവ് സ്കീമിൽ നിന്നുള്ള നയപരമായ പിന്തുണയാണ് ഈ മുന്നേറ്റത്തിന് കാരണമെന്നും മന്ത്രി പറയുന്നു.
ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിനായുള്ള PLI പദ്ധതി പ്രകാരം 13,475 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാൻ സാധിച്ചു. ഇലക്ട്രോണിക്സ് മേഖലയിൽ ഏകദേശം 9.8 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പാദനം ആണ് നടക്കുന്നത്. നിർമ്മാണം, തൊഴിൽ അവസരങ്ങൾ, കയറ്റുമതി എന്നിവയിൽ വലിയ കുതിപ്പിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടിയാണ് മന്ത്രി പറഞ്ഞത്. ആഗോള സ്മാർട്ട് ഫോൺ കമ്പനികളായ ആപ്പിൾ, സാംസങ് എന്നിവ ഇന്ത്യയിൽ ഉൽപ്പാദനം വലിയ തോതിൽ വിപുലമാക്കിയിരിക്കുകയാണ്. ഈ കമ്പനികളുടെ സ്മാർട്ട് ഫോണുകൾക്കുള്ള ഘടകങ്ങളുടെ നിർമ്മാണവും കൂടുതലായി നടക്കുന്നു. ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന മൊബൈൽ ഹാൻഡ്സെറ്റുകളിൽ 99% വരെ ഇന്ത്യയിലാണ് അസംബ്ലി ചെയ്യുന്നത്. 0.18 ലക്ഷം കോടി രൂപയുടെ മൊബൈൽ ഫോണുകൾ ആണ് രാജ്യത്ത് നേരത്തെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 5.5 ലക്ഷം കോടിയിലേക്ക് ഉയർന്നിരിക്കുന്നു. കയറ്റുമതിയാകട്ടെ 0.01 ലക്ഷം കോടിയിൽ നിന്ന് 2 ലക്ഷം കോടി രൂപയായും ഉയർന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്ത് ഇലക്ട്രോണിക്സ് ഉൽപ്പാദന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി എന്നും മന്ത്രി പറയുകയാണ്. ഉൽപ്പാദനത്തിൽ 6 മടങ്ങിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്. 2014-15 സാമ്പത്തിക വർഷം 1.9 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പാദനം ആണ് നടന്നിരുന്നത്. എന്നാൽ 2024-25 എത്തുമ്പോൾ അത് 11.3 ലക്ഷം കോടിയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ 8 മടങ്ങിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാലത്ത് കയറ്റുമതി 0.38 ലക്ഷം കോടിയിൽ നിന്ന് 3.3 ലക്ഷം കോടി രൂപയായും ഉയർന്നു. ആപ്പിൾ ഐഫോണുകളാണ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതിയിൽ വലിയ പങ്കും സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 1.3 ലക്ഷത്തിലധികം തൊഴിൽ അവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ 3ാമത്തെ വലിയ കയറ്റുമതി വിഭാഗമായി എന്നും ഇത് 7ാം സ്ഥാനം